ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോൾ 2 ദിവസം ആയുള്ളൂ. മെനഞ്ഞാന്ന് കഞ്ഞിക്ക് വന്നപ്പോൾ ഒരിടവും കഞ്ഞിയില്ല. പൈസ കൊടുത്ത് വാങ്ങിക്കാനേ ഇല്ല. ഞാനിപ്പോൾ ഇവര് ഇങ്ങനെ വന്നതാണ് ഇവിടെ വന്ന് വാങ്ങിക്കണത്. പാചകവാതക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. ഹോട്ടലുകൾക്കെല്ലാം താഴെ വീണു. ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതം ഇപ്പോൾ അനുഭവിക്കുന്നത് ആശുപത്രിയിലെ രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരുമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ്. ജനറൽ ആശുപത്രി ക്യാൻറ്റീൻ അടക്കം പൂട്ടിയിട്ടുണ്ട്. സമീപ പ്രദേശത്തുള്ള ഹോട്ടലുകളെല്ലാം തന്നെ പൂട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ രോഗികൾക്കും അതേപോലെ കൂട്ടിരിപ്പുകാർക്കും ഒരു ആശ്വാസം എന്നോണം CITUവിന്റെ നേതൃത്വത്തിൽ ഇവിടത്തെ ലോഡിംഗ് തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും ചേർന്ന് കഞ്ഞി വെച്ച് വിളമ്പുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ വലിയൊരു ആശ്വാസമായിട്ട് മാറിയിരിക്കുകയാണ് ഇവരുടെ ഈ ഒരു പ്രവർത്തനം. കാരണം ഒരു ഹോട്ടലും ഇപ്പോൾ ഈ പരിസരത്ത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അതെല്ലാം തന്നെ പൂട്ടിയിട്ടുണ്ട്. കാരണം പാചകവാതക സിലിണ്ടർ കിട്ടാനില്ലാത്ത അവസ്ഥ എന്നാണ് ഹോട്ടലുകാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രോഗികൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ആശ്വാസമായിട്ടാണ് ഈ കഞ്ഞി വെച്ച് വിതരണം ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ യൂണിയൻ തൊഴിലാളികൾ തീരുമാനിച്ചത്. ഇപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്തായിരുന്നു ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചത്? കാരണം വെച്ചാൽ ജനറൽ ഹോസ്പിറ്റലിന് അകത്തുള്ള ക്യാൻറ്റീൻ ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം അറിയാമല്ലോ, പാചക ഗ്യാസിൻ്റെ ക്ഷാമം കാരണം ക്യാൻറ്റീൻ അടച്ചിരിക്കുകയാണ്. അതോടെ തന്നെ ജംഗ്ഷനിലുള്ള വെളി ആശുപത്രി പുറത്തുള്ള കടകളെല്ലാം തന്നെ ഇപ്പോൾ അടഞ്ഞ അവസ്ഥയിലാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് രോഗികൾ ഈ ജില്ലാ ആശുപത്രി ആശ്രയിക്കുകയാണ്. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന രോഗികൾക്ക് പൊടിയരി കഞ്ഞിയാണ് സാധാരണ, ചൂടുവെള്ളവും പൊടിയരി കഞ്ഞി കൊടുക്കണം. സ്വാഭാവികമായിട്ടും അത് കിട്ടാതെ വന്നപ്പോൾ അവിടെ ആശുപത്രി അധികാരികൾ നമ്മുടെ അടുത്തൊരു അഭ്യർത്ഥന നടത്തി ഇങ്ങനെ പൊടിയരി കഞ്ഞി വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ചോദിച്ചു. അങ്ങനെ ആ വിവരം ഇവിടുത്തെ ചുമട്ടുതൊഴിലാളികളെടുത്തും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇത് 3-ാം ദിവസമാണ് ഇത് നടക്കുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ അധ്വാനത്തിൻ്റെ ഫലം, അധ്വാനത്തിൻ്റെ ഒരു തുക എടുത്താണ് അവർ ഈ പൊടിയരിയും അതോടൊപ്പം തന്നെ ഈ നാരങ്ങയും ഒക്കെ വാങ്ങിച്ച് സൗജന്യമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. എന്തായാലും ഇത് തുടർന്നു പോകാനാണ് നമ്മൾ അവരാൽ കഴിയുന്ന. എത്ര ദിവസം തുടരാനാണ് ഉദ്ദേശിക്കുന്നത്? മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യം. ഇപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ചില ആളുകൾ വന്ന് അരിയടക്കം വാങ്ങിച്ചു തന്നു, പൊടിയരി വാങ്ങിച്ചു. ഇന്നലെ അവർ കണ്ടുകൊണ്ട് ഇവിടെ ഒരു നമ്മളെ ഇവിടുത്തെ TP സെൻ്ററിലെ സ്റ്റാഫുണ്ട്, അദ്ദേഹം 5 കിലോ അരി വാങ്ങിച്ചു തന്നു. ഒരു ദിവസം 4-5 കിലോ അരിയുടെ പൊടിയരിയാണ് ഇപ്പോൾ ഇവിടെ ഇടുന്നത്. വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം രോഗികൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രവൃത്തി. നമുക്ക് അവരോടുകൂടി ചോദിക്കാം, ഈ ഒരു കഞ്ഞി കിട്ടുന്ന വലിയ ആശ്വാസം തന്നെയല്ലേ? ഒരുപാട് ആശ്വാസം. കാരണം ഈ നേരത്തെ ഭക്ഷണത്തിന് വലിയ പ്രയാസം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോൾ 2 ദിവസം ആയുള്ളൂ. മെനഞ്ഞാന്ന് കഞ്ഞിക്ക് വന്നപ്പോൾ ഒരിടവും കഞ്ഞിയില്ല. പൈസ കൊടുത്ത് വാങ്ങിക്കാനേ ഇല്ല. ഞാനിപ്പോൾ ഇവര് ഇങ്ങനെ വന്നതാണ് ഇവിടെ വന്ന് വാങ്ങിക്കണത്. വലിയ ആശ്വാസം തന്നെയാണ് രോഗികൾക്കും അതേപോലെ കൂട്ടിരിപ്പുകാർക്കും. കാരണം ഇപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ പലരും സഹായിക്കാൻ വേണ്ടി കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. യൂണിയൻകാർക്ക് അരിയും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങി തരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആശുപത്രിയുടെ കൂടി ഒരു പിന്തുണ ചെയ്തിട്ടുണ്ട്. കാരണം ആശുപത്രി തന്നെയാണ് ഇങ്ങനൊരു ആവശ്യം ഇവരോട് ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ 3-ാം ദിവസം ഈ കഞ്ഞി വിളമ്പുന്നത്. വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് തീരുമാനം. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം RB സനൂപ്, മീഡിയ 1.